ടെക്നീസിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പോയട്രി ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിന്റെ വരാൻ സാധ്യതയുള്ള ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. സോ വീഡിയോയിലേക്ക് കടക്കാം. പോയട്രി ഇൻ ഇംഗ്ലീഷ് എന്ന പേപ്പറിലെ 50 മാർക്കിന്റെ ചില മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പോർഷനിൽ 2 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും 6 എണ്ണത്തിന് 1-2 സെന്റൻസിൽ ഉത്തരം എഴുതുക. രണ്ടാമത്തെ പോർഷനിൽ 6 മാർക്കിന്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസിന് അറൗണ്ട് 80 വേർഡ്സിൽ ഉത്തരം എഴുതുക. മൂന്നാമത്തെ പോർഷൻ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ പോർഷനിൽ ഒന്നെങ്കിൽ 7 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്നത് വഴി 14 മാർക്ക് നേടുക, അതല്ലെങ്കിൽ 14 മാർക്കിന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ആദ്യത്തെ പോർഷനിൽ വരുന്ന 2 മാർക്കിന്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, What is an ode? Answer: An ode is a formal or casual lyric poem that expresses praise, tribute or glorification of a person, place, thing or idea. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, What is inscribed on the pedestal of the statue in Ozymandias? Answer: My name is Ozymandias, kings of kings. Look on my works, ye mighty and despair. The lone and level sands stretch far away. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് മേക്സ് ദി യങ് മാൻ സുപ്പീരിയർ ടു സമ്മർ? ആൻസർ: ഇൻ ഷേക്സ്പിയേഴ്സ് സോണറ്റ് 18, ദി യങ് മാൻ ഈസ് സുപ്പീരിയർ ടു സമ്മർ ബിക്കോസ് ഹീ ഈസ് മോർ ലവ്ലി ആൻഡ് ടെമ്പറേറ്റ് ആൻഡ് ഹിസ് ബ്യൂട്ടി വിൽ ലാസ്റ്റ് ഫോർ എവർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് കമല ദാസ് സേ അബൌട്ട് ഹെർ ചോയ്സ് ഓഫ് ലാംഗ്വേജ് ഇൻ പോം? ഈ ഒരു പോയത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും ഒപ്പം കവിതയുടെ കൂടുതൽ ഡീറ്റെയിൽസും വളരെ എളുപ്പത്തിൽ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സോണറ്റ്? ഇത് സോണറ്റ് 18 എന്ന കവിതയിൽ നിന്നൊരു ചോദ്യമാണ്. എന്താണ് സോണറ്റ് എന്നും സോണറ്റ് 18 എന്താണ് എന്നും കവിതയിലെ യങ് മാൻ ആരാണ് എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതും ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞു വീഡിയോ ആണ്, നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആറാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് കമ്പയർഡ് വിത്ത് ക്ലിയർ സ്ട്രീം? ആൻസർ: ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഈസ് കമ്പയർഡ് ടു ക്ലിയർ സ്ട്രീം. ഈ ഒരു ചോദ്യം വേർ ദി മൈൻഡ് വിത്തൗട്ട് ഫിയർ എന്ന കവിതയിൽ നിന്നാണ്. വേർ ദി മൈൻഡ് വിത്തൗട്ട് ഫിയർ എന്ന കവിതയുടെയും ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ദി പോം ടുനൈറ്റ് ഐ ക്യാൻ റൈറ്റ്? ആൻസർ: The poem includes various themes like love, memory, heritage. The poem is about the pain and confusion that comes with a breakup and how memories of a relationship can make it difficult to move on. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, what is confessional poetry? Answer: Confessional poetry is a style of poetry that emerged in United States in the late 1950s and early 1960s. It focuses on the poet's real-life experiences, including emotional and psychological trauma. രണ്ടാമത്തെ പോർഷനിൽ 6 മാർക്കിൻ്റെ 6 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഏതെങ്കിലും 4 ക്വസ്റ്റ്യന് അറൗണ്ട് 80 വേർഡ്സിൽ ഉത്തരം എഴുതുക. ഈ ഒരു പോർഷനിൽ വരുന്ന 9ാമത്തെ ചോദ്യം, ഹൗ ഡസ് ഷേക്സ്പിയർ ബിൽഡ് ദ തീം ഓഫ് ഇമ്മോർട്ടാലിറ്റി ഓഫ് ആർട്ട് ത്രൂ ദി സോണറ്റ്? ഇത് സോണറ്റ് 18 എന്ന കവിതയിൽ നിന്നുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം സോണറ്റ് 18 എന്ന കുഞ്ഞു വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ വീണ്ടും പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് നീളും. സോണറ്റ് 18 എന്ന വീഡിയോ കാണുക. 10ാമത്തെ ചോദ്യം, ഹൗ ഹ്യൂമൻ സെൽഫിഷ്നെസ് ഈസ് പോർട്രേഡ് ഇൻ ദ പോയം ദി ജാഗ്വർ? മൃഗങ്ങൾ കേജിനകത്ത് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ജാഗ്വർ എങ്ങനെ കൂടിനകത്ത് ബിഹേവ് ചെയ്യുന്നു എന്നൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹ്യൂമൻ സെൽഫിഷ്നെസ് എങ്ങനെ ജാഗ്വർ എന്ന കവിതയിൽ പോർട്രേ ചെയ്യുന്നു എന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. 11ാമത്തെ ചോദ്യം, ഹൗ ഡസ് അന്ന ആക്മത്തോവ പ്രസന്റ് ഹെർ ഇന്നർ ടേണോയിൽ? ഈ ഒരു ക്വസ്റ്റ്യൻ ദി ലാസ്റ്റ് ടോസ്റ്റ് എന്ന കവിതയിൽ നിന്നാണ്. കവിതയുടെ മലയാളം വീഡിയോ ആദ്യമായി യൂട്യൂബിൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഗീവ് എ ബ്രീഫ് സമ്മറി ഓഫ് ദി പോം ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ്. മാരീഡ് ലൈഫും സിംഗിൾ ലൈഫും തമ്മിലുള്ള ഡിഫറൻസ് പറയുന്ന ഐ ആം വൈഫ് ഐ ഹാവ് ഫിനിഷ്ഡ് ദാറ്റ് എന്ന കവിതയുടെ വീഡിയോ ആദ്യമായി മലയാളത്തിൽ നമ്മുടെ ചാനലിൽ യൂട്യൂബിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. 13ാമത്തെ ചോദ്യം,
Why did William Blake use the spelling TYGER instead of TIGER? ലാംബ് എന്താണ് എന്നും ടൈഗറിൻ്റെ സ്പെല്ലിംഗ് എന്തുകൊണ്ടാണ് വില്യം ബ്ലേക്ക് ഡിഫറൻ്റ് ആയി ഉപയോഗിച്ചു എന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 14ാമത്തെ ചോദ്യം, വൈ പോയറ്റ് ആർഗ്യൂസ് ഷേക്സ്പിയർ ഡസൻ നീഡ് എനി ഫിസിക്കൽ മോണുമെൻറ്റ്? ഓൺ ഷേക്സ്പിയർ 1613 എന്ന കവിതയുടെ മലയാളം വീഡിയോ ആദ്യമായി നമ്മുടെ ചാനൽ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഷേക്സ്പിയറിന് ഫിസിക്കൽ മോണുമെൻറ്റിൻ്റെ ആവശ്യം ഇല്ല എന്ന് കവി പറയുന്നത് എന്ന്. 3ാമത്തെ പോർഷനിൽ ഒന്നെങ്കിൽ 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നത് വഴി 14 മാർക്ക് നേടാൻ ശ്രമിക്കുക, അതല്ലെങ്കിൽ 14 മാർക്കിൻ്റെ ഒറ്റ ചോദ്യം അറ്റൻഡ് ചെയ്യുക. ഈ ഒരു പാർട്ടിൽ വരുന്ന 15ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ ഇമാജിനറി ടോക്ക് വിത്ത് കമല ദാസ് വിത്ത് ഫോക്കസ് ഓൺ ഹർ ഫെമിനിസ്റ്റ് ഔട്ട്ലുക്ക്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് 1-page ഡയറി എൻട്രി ഫ്രം ടിറ്റോ മുഖോപാധ്യായ's പെർസ്പെക്റ്റീവ് വിത്ത് എംഫസിസ് ഓൺ ഹിസ് സ്ട്രഗിൾ വിത്ത് ABS സൊസൈറ്റി. 16ാമത്തെ ക്വസ്റ്റ്യൻ, അനലൈസ് ദി കൺസെപ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ ഓൺ ദി ലൈറ്റ് ഓഫ് റീഡിംഗ് സുകുമാരൻ ചാലിഗദ്ദ. ഇതോടുകൂടി ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മുടെ ചാനലിലുള്ള മറ്റ് വീഡിയോസും കാണുക. എക്സാമിന് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും.